ഹായ്, ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ വരേണ്ട ഒരു കാരണം എന്താണെന്ന് പറയുക, ഇന്ന് നമ്മളെല്ലാവരും അർജൻറ്റീനയുടെ കളിയൊക്കെ കണ്ട് മെസ്സിയുടെ ഹാട്രിക്കൊക്കെ കണ്ട് ഇങ്ങനെ ഫുൾ സ്റ്റാറ്റസ് മൊത്തം അതാണ് എല്ലാവരുടെയും. അപ്പോൾ അത് സംബന്ധമായിട്ട് ചെറിയൊരു കാര്യം ഇങ്ങനെ പറയാൻ തോന്നി. ഒന്നുമില്ല, നമുക്ക് ഹാട്രിക്കിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ വലിയ നേട്ടത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാം. ബട്ട് എനിക്ക് ഏറ്റവും അതിൽ ഇഷ്ടം ആ ടീമിൻ്റെ ഒരു കോർഡിനേഷനാണ്. കാരണം തങ്ങളുടെ ക്യാപ്റ്റന് ഒരു ഗോൾ അടിച്ചു. അദ്ദേഹം എല്ലാവരെയും കളിപ്പിക്കുന്ന, എല്ലാവരെയും അസിസ്റ്റ് ചെയ്യുന്നൊരു പ്ലെയർ ആണല്ലോ ലയണൽ മെസ്സി. ഒരു ഇതിഹാസ താരമാണ്, ഇനി നേടാനൊന്നും ഇല്ലാത്തൊരു സ്റ്റാർ എന്നൊക്കെ പറയാം. ബട്ട് അദ്ദേഹത്തിന് ഇനി വേൾഡ് കപ്പിൽ ഏറ്റവും നല്ല ഗോൾ സ്കോററായി മാറണം. ഹാട്രിക്ക്, വേൾഡ് കപ്പിൽ ആദ്യത്തെ ഹാട്രിക്ക് അടിക്കണം. അപ്പോൾ ഫസ്റ്റ് ഗോൾ അടിച്ചു, സെക്കൻഡ് ഗോൾ അടിച്ചു. ആ ടീം അദ്ദേഹത്തിനെ സ്കോർ ചെയ്യിപ്പിക്കുന്ന ഓപ്പൺ ചാൻസ്, അല്ലെങ്കിൽ അവർക്കൊരു പക്ഷേ ഗോളിലോട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ചാൻസസ് പോലും ആ ടീമിലെ സ്ട്രൈക്കേഴ്സ് മെസ്സിയിലേക്ക് പാസ് ചെയ്യുന്ന കുറേ രംഗങ്ങൾ ഞാൻ ഈ കളി കണ്ട സമയത്ത് കണ്ടു. സോ ഈഗോ ഇല്ലാതെ ഒരു ടീം എന്നുള്ള നിലയ്ക്ക്, മെസ്സി ടീമിൻ്റെ ക്യാപ്റ്റൻ കൂടിയാണ്, ഒരു ടീം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഗ്രോത്തിനെ കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്, ആ ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വേൾഡ് കപ്പിലും ഈ ഒരു ടീം വിന്നേഴ്സായി മാറിയത്. അപ്പം ആ ഒരു ഒരുമയാണ്, ഒരു മനുഷ്യന്മാർ എന്താ പറയുക, ആ ഒരു ഒരുമയിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് നേടാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവർ സ്വപ്നം കാണുന്ന എന്തും നേടിയെടുക്കാമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ടീം അർജൻറ്റീന, അല്ലെങ്കിൽ അർജൻറ്റീന ഫുട്ബോൾ ടീം എന്നുള്ളത്. അത് ഈ ഒരു സംഭവം കണ്ട സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിപ്പോയൊരു കാര്യമാണ്. സോ നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല. എനിവേ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്യും.